പ്രിയപ്പെട്ടവരെ, തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. ആ പർവ്വതം രണ്ട് ഭാഗമായി എന്ന് മാത്രമല്ല, അതിലേറെ വലിയ അത്ഭുതമെന്തെന്നറിയോ? അതിലേറെ വലിയ അത്ഭുതമെന്തെന്നറിയോ? ആ പർവ്വതം രണ്ട് ഭാഗത്തേക്ക് പിളർന്ന സമയത്ത് പർവ്വതത്തിന്റെ അകത്ത് നിന്ന് അഴകുള്ള മനോഹരമായ കാണാനുള്ള ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. അസ്സലാമു അലൈക്കും യാ നബി വഅലൈക്കും അസ്സലാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സലാം മടക്കുകയാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, മോനെ നിന്റെ പേര് എന്താ? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത് മോനെ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, നബിയേ, ഞാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ മൂസാ നബിയുടെ സമുദായത്തിലെ മൂസാ നബിയുടെ സമുദായത്തിൽ ജീവിച്ച ചെറുപ്പക്കാരനാണ് നബിയേ. 600 വർഷത്തിലേറെയായ നബിയേ, ഈ പർവ്വതത്തിനകത്ത് ഞാൻ ഇബാദത്തുമായി കഴിയുകയാണ് നബിയേ. 600 വർഷത്തിലേറെയായ നബിയേ, ഈ പർവ്വതത്തിനകത്ത് ഞാൻ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുകയാണ് നബിയേ. ഞാൻ മൂസാ നബിയുടെ കാലഘട്ടക്കാരനാണ് തങ്ങളെ. പിന്നെ എന്തുകൊണ്ടാണ് ഈ പർവ്വതത്തിന്റെ അകത്ത് ഇങ്ങനെ താമസിക്കുന്നതെന്ന് ഈസാ നബി ചോദിക്കുമ്പോ ആ അഴകുള്ള ചെറുപ്പക്കാരൻ ഈസാ നബിയോട് മറുപടി പറയുകയാണ്, ഞാൻ മൂസാ നബിയുടെ കാലഘട്ടക്കാരനാ, പക്ഷേ ഞാൻ ഒരുപാട് തവണ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്, തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്, ഏടുകളിൽ വായിച്ചിട്ടുണ്ട്, ലോകത്ത് വരാൻ പോകുന്ന ഒരു പ്രവാചകനുണ്ട്, അത് അവസാന പ്രവാചകനാണ്, അത് അല്ലാഹുവിന്റെ ഹബീബാണ്, അത് അല്ലാഹുവിന്റെ ഇഷ്ടപ്രവാചകനാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ എല്ലാ പ്രവാചകന്മാർക്കും അവസാനമായി വരാനുള്ള പ്രവാചകനാ, എല്ലാ മുർസലീങ്ങൾക്കും അവസാനമായി വരാനുള്ള റസൂലാ. ഏഴാകാശങ്ങൾ അല്ലാഹു പടച്ചത് ആ പ്രവാചകന് വേണ്ടിയാ, 7 ഭൂമികൾ അല്ലാഹു പടച്ചത് ആ പ്രവാചകന് വേണ്ടിയാ, ലോകമെല്ലാം പടച്ചത് ആ പ്രവാചകന് വേണ്ടിയാ. ആ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ആ മുത്തുനബിയുടെ സമുദായത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആ മുത്തുനബിയുടെ സമുദായത്തിലേക്ക് എല്ലാ ആയുസ്സിനെ നീട്ടിത്തരണമല്ലാഹ് എന്ന് പറഞ്ഞ് പടച്ചവനോട് ഞാൻ മനസ്സിലേക്ക് ദുആ ചെയ്യാറുണ്ട് നബിയേ. ആ ദുആന്റെ ഫലമായിട്ടാണ് മരിക്കാതെ പടച്ചവനെല്ലാം മരിപ്പിക്കാതെ ഈ പർവ്വതത്തിന്റെ അകത്ത് ഇബാദത്തുമായി ഞാൻ കഴിയുന്നത് തങ്ങളെ. അതുകൊണ്ട് ഇബാദത്തുമായിട്ട് ഈ പർവ്വതത്തിന്റെ അകത്ത് ഞാൻ താമസിക്കുകയാണെന്ന് ആ ചെറുപ്പക്കാര മഹാനായ ഈസാ നബിയോട് മറുപടി പറയുകയാ. അത്ഭുതമല്ലേ ചെറുപ്പക്കാരാ, അത്ഭുതമല്ലേ പെങ്ങളെ? ഇത് ചരിത്രമാണ്, ഇത് മായാജാല കഥകളല്ല, ഇത് കഥകളല്ല, നോവലല്ല, ചരിത്രമാണ്. ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ ചരിത്രമാ ചെറുപ്പക്കാരാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ചെറുപ്പക്കാരനോട് ദുആ ചെയ്യാൻ പറഞ്ഞ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു പോരുകയാണ്. അത്ഭുതമാണ്, എന്തൊരു അത്ഭുതല്ലേ! 600 വർഷത്തിലേറെ ഇബാദത്തുമായി ആ പർവ്വതത്തിന്റെ അകത്ത് കഴിഞ്ഞുകൂടുകയാണ്. എന്തേ ഒരൊറ്റ ആഗ്രഹം, എനിക്ക് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൽ എനിക്ക് പെടണം. തങ്ങളെ പറയും. ആ ചെറുപ്പക്കാരന്റെ ആഗ്രഹം എന്താ? തങ്ങളെ ഉമ്മത്തിൽ എനിക്ക് പെടണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ഭാഗ്യത്രേ മോമിനീങ്ങളെ, നമ്മളെ ഭാഗ്യം എന്തെങ്കിലും മനസ്സിലാക്കാത്ത നമ്മളെ ഭാഗ്യത്രയാ. നമ്മളാ നബി തങ്ങളെ ഉമ്മത്തല്ലേ. ഒന്നുമില്ലെങ്കിൽ ആ ഉമ്മത്താവാനെങ്കിലും ഭാഗ്യം കിട്ടിയില്ല. നിസ്കാരം നോമ്പൊക്കെ അതൊക്കെ നോക്കട്ടെ, ഒന്നുമില്ലെങ്കിൽ ആ ഉമ്മത്താവാനെങ്കിലും ഒരു ഭാഗ്യം കിട്ടിയില്ലേ? ഒരു ഭാഗ്യല്ലേ, അതൊരു ഭാഗ്യാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തായിട്ട്. അതുകൊണ്ടാണല്ലോ പരലോകത്ത് ഓരോ പ്രവാചകന്മാർ
പ്രവാചകന്മാരും അവരുടെ അനുയായികളെ കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ അനുയായികൾ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറെ മക്കൾ വേണം, സ്വാലിഹായ മക്കൾ വേണം. ഈ രാജ്യത്തിന്റെ, നാടിന്റെ, കുടുംബത്തിന്റെ, ദീനിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് മക്കൾ നമുക്ക് വേണം. ഒരുപാട് മക്കൾ, നല്ലോണം മക്കൾ ഉണ്ടാവണം. മക്കളില്ലാത്തവർക്ക് അല്ലാഹു റജബിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. കുറെ മക്കളെ വേണം, കുറെ മക്കളെ. അങ്ങനെ ചിന്തിക്കല്ലാരും. കാരണം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമുദായം കൂടട്ടെ, നബി തങ്ങളെ സമുദായം കൂടണം. എന്നിട്ട് ഈ രാജ്യത്തിന് വേണ്ടി, നാടിന് വേണ്ടി, ദീനിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, മനുഷ്യർക്കൊപ്പം നിന്ന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നബി തങ്ങളെ ഉമ്മത്താവാൻ ഭാഗ്യം കിട്ടിയില്ല. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ വർത്താനം തരയോ, ഞാൻ മൂസാ നബിയുടെ കാലഘട്ടക്കാരനാണ്, നബി തങ്ങളെ ഉമ്മത്തിലാവാൻ ഞാൻ അള്ളാഹിനോട് ദുആയിരുന്നു, അള്ളാഹ് എനിക്ക് ആയുസ് നീട്ടി തന്നതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, മാഷാ അല്ലാഹ്, ഭാഗ്യവാൻ. നമ്മൾ പറയലോ, ഓ എന്റെ ഒരു ഭാഗ്യവളേ, എന്റെ ഒരു ഭാഗ്യം, അതോ ഒരു ഭാഗ്യം, നമ്മൾ പറയുന്ന വാക്കാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ റബ്ബ്, യാ റബ്ബ്, യാ റബ്ബ്, അല്ലാഹുവേ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താണ്? യാ റബ്ബ്, യാ റബ്ബ്, അൽ ഹലാ വജ്ഹിൽ അർളി അക്റമുൻ അലൈക മിൻ ഹാദ്. അല്ലാഹുവേ, അല്ലാഹുവേ, മിൻ ഹാദിഹി, ഈ മനുഷ്യനേക്കാൾ, ഈ ചെറുപ്പക്കാരനേക്കാൾ, ഈ ചെറുപ്പക്കാരനേക്കാൾ ഭൂമി ലോകത്ത് ഭാഗ്യം ചെയ്തവനാരാണ്? നബി അത്ഭുതത്തോടെ പറയാണ്, എന്തോ ഒരു ഭാഗ്യല്ലേ. കാരണം എന്താ? 600 കൊല്ലത്തിലേറെയായി ഒരേ ഇബാദത്തുമായി കഴിഞ്ഞുകൂടാന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനേക്കാൾ വലിയ ഭാഗ്യം കിട്ടിയോലാരാ? നമ്മൾ പറയില്ലേ, 5 വക്ത് നിസ്കാരം പള്ളിയിൽ പോയിട്ട് ജമാഅത്തായി അവ്വല് വക്തിൽ നിന്ന് നിസ്കരിക്കുന്ന ആളാണ്. ഓ എന്തോ ഒരു ഭാഗ്യല്ലേ. നമ്മൾ പറയും എന്തോ ഒരു ഭാഗ്യം. തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. ഭാഗ്യമൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം അറിയാം? കൽബ് നന്നാവണം. നിസ്കരിച്ചുകൊണ്ട് മാത്രയില്ല, നിസ്കാരത്തിന് നമ്മൾ മുന്നിലുണ്ടാവും, പക്ഷെ നമ്മളെ കൽബ് നന്നാവണം. എന്നാലേ ആ ഭാഗ്യം കൊണ്ട് കാര്യമുള്ളൂ. നിസ്കാരം വേണം, നോമ്പ് വേണം, എല്ലാം വേണം, കൽബ് നന്നാവണം. കൽബ് മോശമായ ഒക്കെ പോയി, നിസ്കാരമൊക്കെ അവിടെ പോകും. കൽബെങ്ങാനും മോശമായ ഒക്കെ പോകും. കൽബിൽ പകയും അസൂയും കുയിന്തും കുശുമ്പും, നിങ്ങളെ നാട്ടിൽ എന്താ പറയാറില്ല, അതൊക്കെ തന്നെ, അതൊക്കെ ആയിട്ട് നടന്ന ഒക്കെ പോയി, ഒക്കെ ബാത്തിലാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കൽബ് ക്ലിയർ ആക്കണം, നന്നാക്കണം, ഹൃദയം നന്നാക്കണം. ആരോട് അസൂയ ഉണ്ടാവരുത്. നമ്മളെ ശത്രുക്കളോട് പോലും അസൂയ ഉണ്ടാവരുത്, ശത്രുക്കളോട് പോലും ദേഷ്യം ഉണ്ടാവരുത്. മനസ്സിലായല്ലോ? ശത്രുക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മൾ അങ്ങനെ ദ്വാരിക്കണം. കാരണം എന്താ? ഓലും നബി തങ്ങളെ ഉമ്മത്താണ്. ഓലും ഓലും നബി തങ്ങളെ ഉമ്മത്താണ്. അപ്പൊ നമ്മള് കാരണം നമ്മളെ ശത്രുക്കള് പടച്ചോന്റെ പരലോകത്ത് കുടുങ്ങിയാൽ അവര് കുടുങ്ങിയ കാരണം കൊണ്ട് ആര് സങ്കടപ്പെടും? ഹബീബായ മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ സങ്കടപ്പെടും. തങ്ങള് പരലോകത്ത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തരോ, എന്റെ ഉമ്മത്ത് മുഴുവനും രക്ഷപ്പെടണം എന്നാണ് നബി തങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മള് ശത്രുക്കള് നമ്മള് പറയും, ഞങ്ങളുടെ പരലോകത്തേക്ക് വാ, അവിടുന്ന് കാണാം. അല്ല, കാണലേക്കാരം. നമ്മൾ പല ആൾക്കാരും പറയുന്ന വർത്താനാണ്, എന്നെ ഞാൻ അവിടുന്ന് കണ്ടോളാം. എവിടുന്ന് കണ്ടോളാം? പരലോകത്തുനിന്ന് കണ്ടോളാം. അങ്ങോട്ട് ചെല്ലി, നല്ല രസമുണ്ടാവും, കാത്തിരിക്കേക്കരം. എല്ലാം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാം, പൊരുത്തപ്പെട്ടു കൊടുക്കുക. എന്താന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുക, എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കുക. പരലോകത്തേക്ക് വെച്ചോണ്ടൊന്നും ഒന്നും കിട്ടാനില്ല മക്കളെ, ഒന്നും കിട്ടാനില്ല. പൊരുത്തപ്പെട്ടു കൊടുക്കുക.